ഹായ്, ഇന്ന് ഒരു കുഞ്ഞ് രാവിലത്തെ വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തട്ടിൽക്കൂട്ട് ദോശയും നമ്മുടെ കടലക്കറിയായിരുന്നേ. അപ്പോൾ കടലക്കറി ഒരുപാട് രീതി വെക്കാറുണ്ട്. അപ്പോൾ അതിലൊരു രീതി മാത്രമാട്ടോ ഇത്. അപ്പോൾ കടല കുതിർത്തത് ഉണ്ടായിരുന്നു, അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതും സവാളയും തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ടുള്ള കടലക്കറിയാണ്. അതിലേക്ക് ഞാൻ തക്കോലവും നമ്മുടെ 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പം പിന്നെ അതിലേക്ക് നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ച കുറച്ച് ചിക്കൻ മസാല പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അത് വേകാൻ വേണ്ടിയുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു രീതി മാത്രമാണ്, ഇങ്ങനെയല്ല, ഒരുപാട് രീതികളിൽ ഞാൻ കടലക്കറി വെക്കാറുണ്ട്. ഇതൊന്ന് കുക്കറിൽ വേകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റേത് പഴയ കുക്കറായതുകൊണ്ട് ഒരു 4-5 വിസിൽ എന്തായാലും വേണ്ടി വരും വേകാൻ വേണ്ടിയിട്ട്. അത് അവിടെ ഇരുന്ന് വേകട്ടെ. വേകുമ്പോഴത്തേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഈ ദോശ ഉണ്ടാക്കുന്നത് ഞാൻ തലേന്ന് അരച്ച് വെക്കാറില്ല. ഞാൻ തലേന്ന് നമ്മൾ കിടക്കാൻ നേരത്ത് അരിയും കുറച്ച് ഉഴുന്നും ഇച്ചിരി ഉലുവയും കൂടെ വെള്ളത്തിൽ കൂർത്ത് വെച്ചേക്കും. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഞാനൊരു 5 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ 5 മണിക്ക് എണീറ്റിട്ട് അതിലേക്ക് കുറച്ച് അവലും കൂടെ ചേർത്ത് അരയ്ക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും. നമുക്ക് ചുടാനാകുമ്പോഴത്തേക്ക് ഇതുപോലെ ദോശ റെഡി ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ പുളി ഉണ്ടാകത്തില്ല. ഇവിടെ നമ്മൾ തടൽക്കൂട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒട്ടും പുളി പറ്റത്തില്ല. അതുകൊണ്ട് തലേന്ന് ഒരിക്കലും അരച്ചിടത്തില്ല. പിറ്റേന്ന് അരച്ചിട്ട് 5 മണിക്ക് അരച്ചിട്ടാൽ നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്ക് ചുട്ടെടുത്താൽ ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല കുമ്പളകുത്തി തന്നെ കിട്ടും അവൽ ചേർത്തിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിൽക്കൂട്ട് ദോശ നമ്മുടെ കല്ലിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യൊക്കെ കണ്ടോ, ശരിക്കും നമ്മൾ തലേന്ന് നമ്മൾ അരച്ച് വെച്ച ദോശ പോലെ തന്നെ കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ്. സോഫ്റ്റ് ദോശ കിട്ടും. അങ്ങനെ ദോശ റെഡിയായി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കടലക്കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിൽ 2 പിടി തേങ്ങയും കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുളക് പൊടി ഇതിന് ചേർക്കാറില്ല. ചേർക്കാറുണ്ട്, ചേർക്കുന്ന കറികളും ഉണ്ട്. പക്ഷേങ്കിൽ ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. കുരുമുളക് ഇച്ചിരി അധികം ഇട്ടു. അതിലേക്ക് ഇച്ചിരി തക്കോലും നമ്മുടെ ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് പെരുംജീരകം ഇടാറുണ്ട്. ഇന്ന് ഞാൻ പെരുംജീരകം ഇട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കാത്ത, ഇത് വീട്ടിൽ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല ആയതുകൊണ്ട് അതിൽ ഞാൻ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിട്ട് കൊടുക്കാത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ഇച്ചിരി ഉലുവയും കൂടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മണം കിട്ടും കേട്ടോ. അതിലേക്ക് നമ്മുടെ വെന്ത കടല സെറ്റായിട്ടുള്ള കടല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അരപ്പൊക്കെ ചേർത്ത് അപ്പം നല്ലൊരു കുറുകിയൊരു കറി കിട്ടും. പിന്നെ ഈ കടല തിളയ്ക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ കടലക്കറിയൊക്കെ വെച്ച് അന്നേരം കൂട്ടുമ്പം തേക്കായാലും പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിന് ടേസ്റ്റ് കിട്ടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ കുരുമുളകാണ് നമ്മൾ എരിവിന് ചേർത്ത്. അപ്പോൾ അതിനൊരു എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം മധുരം ചേർത്തിട്ടുണ്ട്. ഞാൻ കരിപ്പെട്ടിയാണ് ചേർത്തത്. ഏത് മധുരമായാലും മതി കേട്ടോ, ഒരു ശകലേ ചേർക്കാവുള്ളൂ. അതപ്പോൾ അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വരണം. നല്ല തിള വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാട്ടോ. നല്ല അടുക്കള മുഴുവൻ നല്ല സ്മെല്ലാണ്. അപ്പം നമ്മുടെ കടലക്കറിയും തട്ടിൽക്കൂട്ട് ദോശയായിരുന്നു ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഒരു കുഞ്ഞു രാവിലത്തെ വ്ളോഗ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിൽക്കൂട്ട് ദോശയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു എന്താ പറയുക, ഞാൻ വെക്കുന്ന രീതിക്കുള്ള കടലക്കറി ഇങ്ങനെ ആയിരിക്കില്ല എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.